കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആൻജിയോപ്ലാസ്റ്റി നിലച്ചതോടെ ചികിത്സ മുടങ്ങിയ ദുരനുഭവമാണ് മാപ്പിളപ്പാട്ട് കലാകാരനായ KMK വെള്ളയിലിന് പറയാനുള്ളത്. സ്റ്റെന്റ് വിതരണം നിർത്തിയതാണ് ആൻജിയോപ്ലാസ്റ്റി നിർത്താൻ കാരണമെന്നാണ് ആശുപത്രിയുടെ വിശദീകരണം. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ 40,000 രൂപയ്ക്ക് മെഡിക്കൽ കോളേജിൽ ചെയ്യാൻ കഴിയുന്ന ആൻജിയോപ്ലാസ്റ്റി 3 ലക്ഷത്തോളം രൂപ നൽകി സ്വകാര്യ ആശുപത്രിയിൽ ചെയ്യേണ്ട അവസ്ഥയിലാണ് രോഗികൾ. മെഡിക്കൽ കോളേജ് നല്ല നേരിട്ടത്. മെഡിക്കൽ കോളേജിൽ പോയിട്ട് അവിടെ പിന്നെ അതിൻ്റെ മറ്റേ സ്റ്റഡും കാര്യം നമുക്ക് ഈ 3 ബ്ലോക്കാണ്. എനിക്ക് 3 ബ്ലോക്ക് ഉണ്ട്. ആ 3 ബ്ലോക്ക് ഞാൻ ആദ്യം അത് കണ്ടുപിടിച്ചത് നിസാർ ഹോസ്പിറ്റലിൽ നിന്നാണ്, വളാഞ്ചേരി. അപ്പോൾ പിന്നെ അതിൻ്റെ ടെസ്റ്റിന് വേണ്ടി KMCT മെഡിക്കൽ കോളേജ് ഉണ്ട്, എവിടെയാണ് പിന്നെ മുക്കത്ത്. അവിടെ പോയി 2 പ്രാവശ്യം അവിടുന്ന് എൻജിയോഗ്രാം ചെയ്ത്. അപ്പോൾ അവർ 3 ബ്ലോക്ക് കണ്ടെത്തി. അപ്പോൾ അവർ എന്നിട്ട് മെഡിക്കൽ കോളേജുകൾക്ക് റെഫർ ചെയ്ത്. അങ്ങനെ രാഹുൽ എന്ന് പറഞ്ഞ ഡോക്ടർക്ക് റെഫർ ചെയ്ത് അവരത് നോക്കി 2-3 തവണ പോയി അവരെ കണ്ട് സംസാരിച്ച് ഫൈനലായിട്ട് അവർ പറഞ്ഞത് പിന്നെ അതിനുള്ള ബഡ്ജറ്റ് സർക്കാർ തന്നിട്ടില്ല. കാരണം നമുക്ക് ഇതിൻ്റെ സ്റ്റഡിനൊക്കെ ഭയങ്കര പൈസയാണ്. അതിൻ്റെ അവർ തരാത്തതിൻ്റെ പേരിൽ നൂറുകണക്കിന് ആളുകൾ ഇവിടെ ഓപ്പറേഷൻ ചെയ്യാതെ നിൽക്കുന്നുണ്ട്. ഇവർക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സർക്കാർ 6.5 കോടി 7 കോടി ഉറുപ്പ്യ ഈ സ്റ്റഡിൻ്റെ വകയിൽ കമ്പനിക്ക് കൊടുക്കാനുണ്ട്. മറ്റേ ആരോഗ്യ വകുപ്പ് പൈസ കൊടുത്തെങ്കിലേ ഈ ഓപ്പറേഷൻ നടക്കുകയുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു എമൗണ്ട്. ഞാൻ വേറെ 1-2 ഹോസ്പിറ്റലിൽ ചോദിച്ചപ്പോൾ 2.25 ലക്ഷം ഉറുപ്പ്യ 3 ബ്ലോക്കാണ്, ഹാർട്ടിനൊന്ന് 2 കാലിനും. അപ്പോൾ ഇത് നടത്തണം നമ്മളെപ്പോലുള്ള കലാകാരന്മാർക്ക് സാധിക്കില്ല. കാരണം ഞാനെന്ന് പറഞ്ഞാൽ 60 കൊല്ലം കഴിഞ്ഞ് പ്രൊഫഷണൽ ആർട്ടിസ്റ്റാണ്. ആകാശവാണി തന്നെ 45 കൊല്ലം കഴിഞ്ഞ്. അതുപോലെ മദ്രാസിൽ HMV ഗ്രാൻഡ് കമ്പനിയിൽ 44 കൊല്ലമായി. പിന്നെ ഒരുവിധം എല്ലാ ചാനലിലും പല ജഡ്ജ്മെൻ്റായിട്ടും മറ്റുള്ളതിനൊക്കെ പോകുന്നതാണ്. അങ്ങനെ പോകുന്ന നമുക്ക് എവിടുന്ന എന്താ വരുമാനം ഉണ്ടാവുക? ഒരു വരുമാനമില്ല. അപ്പോൾ അതുപോലെ ഇപ്പോൾ സർക്കാരിൽ നിന്ന് കിട്ടുന്ന നമ്മളെ പെൻഷൻ മാത്രം 1,600 രൂപ കിട്ടുന്നുള്ളൂ. പെൻഷൻ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാർദ്ധക്യ പെൻഷൻ. കലാകാരന്മാരുടെ പെൻഷൻ ഉണ്ടായിരുന്നു, ലഭിക്കുന്നില്ല. പണമില്ല അവരുടെ. കുടിശ്ശിക ഒരുപാട് ബാക്കിയാണ്, കുറച്ചൊന്നല്ല ഒരുപാട് ബാക്കിയാണ്. അത് ആരോഗ്യവകുപ്പാണ് കൊടുക്കേണ്ടത്. അത് കൊടുക്കാത്തതിൻ്റെ പേരിൽ ഇതുപോലെ ഞാൻ മാത്രമല്ല, എന്നെപ്പോലുള്ള കുറേ ആൾ, എനിക്ക് വേണ്ടി മാത്രമല്ല സംസാരിക്കുന്നത്, ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ പെട്ടെന്ന് ഇത് ഓവറായ സമയത്ത് തന്നെ പ്രൈവറ്റ്, അവർ കാശുള്ള ആളാണ്, പ്രൈവറ്റ് പോയിട്ട് 2.5 ലക്ഷം ഉറുപ്പ്യ ചിലവാക്കിയിട്ട് പെട്ടെന്ന് ചെയ്ത്. അപ്പോൾ അത് ഒരു ബ്ലോക്കിന് അത് പെട്ടെന്നായതുകൊണ്ട്. അപ്പം നമ്മൾ 3 ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ സാമ്പത്തികം നമുക്ക് ഒരിക്കലും പറ്റില്ല. കാരണം കലാകാരന്മാരുടെ പെൻഷൻ ഉണ്ടായിരുന്നു, അതും ഇപ്പോൾ നിർത്തൽ ചെയ്തിരിക്കുന്നത് സർക്കാർ. കാരണം ഞാൻ മറ്റേ പഴയ UDF-ൻ്റെ LDF-ൻ്റെ കാലത്തും ഈ LDF വന്നപ്പോൾ 5 കൊല്ലം പെൻഷൻ തന്നിരുന്നു അത് കലാകാരന്മാർക്ക് മാത്രമുള്ളതാണ്, അല്ലാതെ പൊതുവേ കൊടുക്കുന്നതല്ല. വാർദ്ധക്യ പെൻഷൻ എന്ന് പറഞ്ഞാൽ പ്രായം ചെന്ന എല്ലാവരും, ഇത് നമുക്ക് അവകാശപ്പെട്ടതാണ് കലാകാരന്മാരുടെ പെൻഷൻ. അതിപ്പം ഇത്രയും കൊല്ലം കലാരംഗത്തുണ്ടായ നമ്മളതൊക്കെ അത് കട്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഞാനൊരു മന്ത്രിനെ കണ്ടപ്പോൾ ചോദിച്ചു ഈ കാര്യം. അപ്പോൾ അവർ പറഞ്ഞു 2 പെൻഷൻ പാടില്ല എന്നാണ്. പക്ഷേ ഇത് 2 പെൻഷൻ കൊടുക്കതിന് പിന്നെ എന്തിനിവർ പിന്നെ ആദ്യം 10 കൊല്ലം തന്ന് ഇപ്പോഴത്തെ ഭരണത്തിൽ 5 കൊല്ലം തന്ന് അതിന് ശേഷമാണ് ഇത് നിർത്തൽ ചെയ്ത്. സാമ്പത്തികമാണ് പ്രശ്നം, അല്ല 2 പെൻഷൻ കൊടുക്കാന്നല്ല. 20-15 കൊല്ലം ഞാൻ തുടർച്ചയായിട്ട് വാങ്ങിയ ആളാണ്. വാങ്ങി എനിക്ക് പിന്നെ അത് നിർത്തൽ ചെയ്യുക എനിക്കെന്നല്ല, അതുപോലെ നൂറുകണക്കിന് കലാകാരന്മാർക്ക് ഇതായിട്ടുണ്ട്. ഞാൻ ഈ അവർ 6.5 കോടി ഒറ്റ ഉണ്ടെന്ന് തോന്നുന്നു അവിടുത്തെ റിപ്പോർട്ട്. അത് മനോരമ അതുപോലെ പത്രങ്ങളിലൊക്കെ ഇതിൻ്റെ ന്യൂസ് വന്നിട്ടുണ്ട്. 6.5-7 കോടിയൊക്കെ അവർ കുടിശ്ശിക വന്നിട്ടുണ്ട്. അവരിത് കൊടുത്തെങ്കിലേ നമ്മളെ കാര്യം നടക്കുകയുള്ളൂ. അവർ കൊടുത്താൽ വളരെ ഇതായിട്ട് രാഹുൽ ഡോക്ടറൊക്കെ നല്ല ഇതിൽ എൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലായി. അതാണ് സർക്കാരിൻ്റെ ബാധ്യത ആയതുകൊണ്ടായിരിക്കും കൊടുക്കാൻ പറ്റാത്തത്. പക്ഷേ അതുകൊണ്ട് നമ്മളെ പാവപ്പെട്ട രോഗികളാണല്ലോ ബുദ്ധിമുട്ടുന്നത്. എത്ര രോഗികളാണ് ബുദ്ധിമുട്ടുന്നത്? മറ്റുള്ളതിൻ്റെ മാതിരി അല്ലല്ലോ ഇത്. രോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗത്തിന് ചികിത്സിക്കണമല്ലോ, അതിന് സർക്കാർ അതിനുള്ള സപ്പോർട്ട് ചെയ്തു തരണം. വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിലാണെങ്കിൽ നമുക്ക് ഇൻഷൂർ ഉണ്ടെങ്കിൽ വെറും 40,000 രൂപേൻ്റെ 44,000 രൂപ മതി മെഡിക്കൽ കോളേജാണെങ്കിൽ. പക്ഷേ അതിൻ്റേതായിട്ടുള്ള അതിനോട് ചുറ്റുപാടുള്ള ഒരു 5,000 രൂപ വേറെ 10,000 രൂപ മരുന്നും കാര്യങ്ങളൊക്കെ വരും. എന്നാലും എബോവ് 50ൻ്റെ മുകളിൽ പോവില്ല, ബിലോ ആണ്. അപ്പോൾ ഈ 40,000-50,000 രൂപ നമ്മളെ സംബന്ധിച്ച് സാധിക്കില്ല. എന്നാലും അതെങ്ങനെയെങ്കിലും ആരോടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇപ്പം വീട്ടിൽ ഞാനിപ്പം ബാങ്കിൽ തന്നെ 2.5 ലക്ഷം ലോണുള്ളത് യൂസഫ് അലിയാണ് എനിക്ക് ആ ലോണ് വീട്ടിൽ തന്നത്.
അദ്ദേഹം ഞാനൊരു പാട്ട് പാടിയപ്പോൾ അത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു പാട്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വിളിച്ച് എന്നെ നേരിട്ട് വിളിച്ചപ്പോൾ കാര്യങ്ങളൊന്നും പറയാൻ കഴിയുന്നില്ല. കാരണം അത്രയും വലിയൊരാൾ പെട്ടെന്ന് തന്നെ വിളിക്കുമ്പോൾ ഞാൻ ആകെ ഡൗണായി. MA യൂസഫ് അലി എന്ന് പറയുമ്പോൾ വലിയൊരു മനുഷ്യനല്ലേ. അപ്പോൾ എന്നെപ്പോൾ എന്നുള്ള ചെറിയൊരു കലാകാരനെ വിളിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര, എന്നാലും പിന്നെ അത്യാവശ്യം സംസാരിച്ചപ്പോൾ ഞാൻ അങ്ങനെ വീട്ടിൻ്റെ ലോൺ വേറെ ആരോ പറഞ്ഞ് കേട്ട്, അവരെ PA ആരോ പറഞ്ഞിട്ട് ആ ലോണെല്ലാം പുള്ളിയാണ് ക്ലോസ് ചെയ്ത്. ഇപ്പോഴും ഞാൻ വീട്ടിൻ്റെ പണി മുഴുവനായിട്ടില്ല. 18 കൊല്ലമായി വീടെടുത്തിട്ട് മുഴുവനായിട്ട് വീട്ടിൻ്റെ പണി മുഴുവനായിട്ടില്ല. ഇനി ഒരു 5-6 ലക്ഷം ഉറുപ്പ്യ ഉണ്ടെങ്കിൽ വീട്ടിൻ്റെ പണി തന്നെ മുഴുവനാവുള്ളൂ. പിന്നെ സാമ്പത്തികം എന്നാണ് ഇപ്പോൾ കിട്ടുന്നത് കലാകാര പെൻഷൻ അല്ല, മറ്റേ വാർദ്ധക്യ പെൻഷൻ. വാർദ്ധക്യ പെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കുറേ കുടിശ്ശിക വന്ന് നിൽക്കുക. ഏതെങ്കിലും ഒരു മാസത്തിൽ 1600 ഉറുപ്പ്യ കിട്ടിയാൽ കിട്ടി. എനിക്ക് 2000 ഉറുപ്പ്യൻ്റെ മരുന്ന് വാങ്ങണം ഒരു മാസം. ഇതിനോട് ബന്ധപ്പെട്ട് ഞാൻ 8 കൊല്ലമായി മരുന്ന് കഴിച്ചു കൊണ്ടിരിക്കണം. ഈ മെയിനായിട്ടുള്ള സ്റ്റഡ്, ഇതിനുള്ള സ്റ്റഡ് ഉണ്ട്. ഈ ബലൂൺ സർജറി എന്ന് പറയും. അതിനൊരു സ്റ്റഡ് ഇട്ടിട്ടാണ് ഈ ഓപ്പറേഷൻ ചെയ്യുക. സ്റ്റഡാണ്. ആ സ്റ്റഡ് ഇടണമെങ്കിൽ ആ സ്റ്റഡ് വേണം. ആ സ്റ്റഡിന് വലിയൊരു എമൗണ്ടാണ് ഓരോ സ്റ്റഡിനും. ഈ സ്റ്റഡ് അവർ സപ്ലൈ ചെയ്തെങ്കിലല്ലേ ഇവിടെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഡോക്ടർമാർക്ക് ഓരോ സാധനങ്ങൾ കിട്ടണം. ആ സാധനം കിട്ടിയെങ്കിലേ അവർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ചെയ്യാൻ പറ്റില്ല. ഡോക്ടർമാരൊക്കെ രാഹുൽ ഡോക്ടർ എൻ്റെ ഡോക്ടർ, അദ്ദേഹമൊക്കെ വളരെ നീറ്റായിട്ട് ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇവിടെ സാധനം ഇല്ലായിട്ടാണ്. സാധനം ഉണ്ടെങ്കിൽ ഞങ്ങളത് വേഗം ചെയ്തു തരുമായിരുന്നു. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഏകദേശം എൻ്റെ ഞാൻ ചോദിച്ചപ്പോൾ 2.25 ലക്ഷം ഉറുപ്പ്യ. ഞാൻ 2.25 ലക്ഷം ഉറുപ്പ്യ. പിന്നെ അതിനോട് ചുറ്റിപ്പറ്റിയുള്ള മറ്റുള്ള ചിലവുകളും കൂടി കൂടുമ്പോൾ 3 ലക്ഷം ഉറുപ്പ്യൻ്റെ അടുത്ത് വരും. അപ്പം നമ്മളൊക്കെ എങ്ങനെ കൊടുക്കും 3 ലക്ഷം? എവിടെ നിന്ന് കൊടുക്കാൻ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ കലാകാര പെൻഷൻ അല്ലാതെ വേറൊരു ഇൻകം ഇല്ല. പിന്നെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കിട്ടും. അതായത് പബ്ലിക്കിൽ സ്റ്റേജ് പ്രോഗ്രാം, മാരേജ് പ്രോഗ്രാമൊക്കെ നടത്തുകയാണ് ഞാൻ. അതൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ആവശ്യപ്പെടുന്ന സർക്കാർ ഇതിലേക്ക് ഒന്ന് കണ്ണു വെക്കണം. കാരണം സർക്കാരിൻ്റെ ശ്രദ്ധ രോഗികളിലേക്ക് വേണം. രോഗികളിലേക്കാണ് വേണ്ടത്. രോഗം ചികിത്സിക്കാൻ ഉള്ള സാമ്പത്തികം സർക്കാർ ചെയ്യണം. പ്രത്യേകിച്ച് കലാകാരന്മാരെന്ന് പറഞ്ഞിട്ട് മറ്റൊരു വരുമാനം ഇല്ലാത്ത ആളുകളാണ്. ഒരു വരുമാനമില്ല. സംഗീതവും കലയല്ലാതെ വേറൊരു വരുമാനവും ഇല്ല. ഇപ്പോൾ ഈ 62 കൊല്ലം ഞാൻ പ്രൊഫഷണൽ ആർട്ടിസ്റ്റായിട്ട് എന്നെ സംബന്ധിച്ച് സീറോയിൽ നിൽക്കുക. ഞാൻ എപ്പോഴും സീറോ ആണ്. എനിക്ക് ഒരു വരുമാനം വേറെ ഇല്ല. ഇത് എങ്ങനെ ഇപ്പം നമ്മൾ മരുന്ന് വാങ്ങണമെങ്കിൽ തന്നെ 2000 ഉറുപ്പ്യൻ്റെ അടുത്ത് എനിക്കൊരു മാസം വേണം. 1600 ഉറുപ്പ്യ പെൻഷൻ, അത് 2 മാസം 3 മാസം കൂടുമ്പോഴേ കിട്ടുള്ളൂ. സർക്കാരിൻ്റെ അടുത്ത് പൈസ ഇല്ല. ഒന്നാമത്തേതാണ്. സർക്കാരിനെ നമ്മൾ കുറ്റം പറയല്ല. സർക്കാരിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സർക്കാരിൻ്റെ അടുത്ത് പൈസ ഇല്ല. പ്രത്യേകിച്ച് ഈ ആരോഗ്യവകുപ്പ് ഇതൊന്ന് ശ്രദ്ധിക്കുക. ആരോഗ്യമന്ത്രി ഇതൊന്ന് ശ്രദ്ധിച്ചെങ്കിലേ പറ്റുള്ളൂ. എന്നാലേ പാവപ്പെട്ട രോഗികൾ അവരെ ജീവൻ രക്ഷിക്കാൻ കഴിയുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മളെ ആരോഗ്യവകുപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് മാത്രമല്ല, നമ്മളെ പിണറായി വിജയൻ അതിലേക്കൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിലേക്കൊന്ന് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഒരു ഭരണം ഒക്കെ നല്ല ഭരണം തന്നെയാണ്. ഭരണത്തിനൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല. ഭരണത്തിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ സാമ്പത്തികമായിട്ട് കലാകാരന്മാർ ബുദ്ധിമുട്ടുമ്പോൾ കുറ്റം പറയാത്തവരും പറഞ്ഞു പോകും. അങ്ങനെ ഒന്നുണ്ട്. പറയണ്ടെന്ന് വിചാരിക്കുന്നവരും പറഞ്ഞു പോകും. നമ്മളൊന്നും പ്രത്യേക രാഷ്ട്രീയക്കാരല്ല. കാരണം നമ്മളെ സംഗീതത്തിൽ കൂടി തന്നെയാണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവർക്കും ഇലക്ഷൻ സമയത്തൊക്കെ നമ്മൾ ആവശ്യമാണ്. ഇലക്ഷൻ സമയത്ത് നമ്മളെ ആവശ്യമാണ് അവർക്ക്. അവരെ പറ്റി പാടാനും ഓരോ സ്ഥാനാർത്ഥിനെയും മുൻപന്തിയിലേക്ക് കൊണ്ടുവന്നൊക്കെ പാട്ടുകാരാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ശ്രദ്ധിക്കേണ്ട, നമ്മളെ പോലത്തെ ആൾക്കാരെ ശ്രദ്ധിക്കണം.